APJ Abdul Kalam's വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കുണ്ട്, യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് യുവർ ഹാബിറ്റ്സ് വിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് യുവർ ഫ്യൂച്ചർ. ഒരു ആക്ഷൻ നിരന്തരമായി ചെയ്യുമ്പോൾ എന്താവും, അത് ശീലമാകും. ശീലങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മളുടെ സ്വഭാവമായി മാറുന്നത്. സ്വഭാവമാണ് നമ്മളുടെ ക്യാരക്ടറായി മാറുന്നത്. ക്യാരക്ടറാണ് നമ്മളുടെ ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത്. ചിന്ത നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്തായി, നമുക്ക് നെഗറ്റീവ് ഡൗൺലോഡ് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, പോസിറ്റീവ് ഡൗൺലോഡ് ചെയ്യും. ലോകത്തെ മഹാ അത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ. ഈ താജ്മഹൽ ഉണ്ടായത് എവിടെയാണ്? ഷാജഹാന്റെ മനസ്സിലാണ്, അല്ലേ? ഷാജഹാന്റെ മനസ്സിലുള്ളതാണ് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റിയത്. ബുർജ് ഖലീഫ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലാണ്. GREENLIVES Coaching and Training Solution. യു ആർ ദ റിസൾട്ട് ഓഫ് യുവർ പാസ്റ്റ് തോട്ട്സ്. നിങ്ങളെ കഴിഞ്ഞകാല ചിന്തയുടെ ഉൽപ്പന്നമാണ് ഇന്നത്തെ നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെ MG മുസ്തഫ ഖാൻ എടുക്കുകയാണെങ്കിൽ, പുള്ളിയുടെ കഴിഞ്ഞകാല ചിന്തയുടെ റിസൾട്ടാണ് പുള്ളി. കഴിഞ്ഞ 10 കൊല്ലോ അല്ലെങ്കിൽ 15 കൊല്ലോ 20 കൊല്ലോ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ടോട്ടൽ ബൈ പ്രോഡക്റ്റാണ് ഇന്നത്തെ മുസ്തഫ. അയാൾ മിസ്റ്റർ ഇന്ത്യ ആയതും അയാൾ സൗദി ആയതൊക്കെ എന്താണ് ചിന്തയിൽ നിന്ന് അയാൾ പാസ്റ്റ് കാല ചിന്തയുടെ, അല്ലെങ്കിൽ അയാൾ ആരുമായിട്ട് കൂട്ടുകൂടി, അയാൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തു, അയാൾ പഠിച്ചത്, അയാൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ ആൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞകാല ചിന്തയുടെ ഉൽപ്പന്നമാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്താവും? ഇഫ് യു ആർ ദ റിസൾട്ട് ഓഫ് യുവർ പാസ്റ്റ് തോട്ട്സ്, നിങ്ങളുടെ കഴിഞ്ഞകാല ചിന്തയുടെ ഉൽപ്പന്നമാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവും? വാട്ട് വിൽ ബി യുവർ ഫ്യൂച്ചർ? ഇന്നത്തെ ചിന്തയുടെ റിസൾട്ട് ആവും നിങ്ങളുടെ ഫ്യൂച്ചർ, ആണോ അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ചിന്തകൾ, ഇന്നത്തെ നമ്മളുടെ ഫീലിങ്സ്, ഇന്നത്തെ നമ്മളുടെ അസോസിയേഷൻ, ഇന്നത്തെ നമ്മളുടെ നെറ്റ്വർക്ക്, ഇന്നത്തെ നമ്മളുടെ ബന്ധങ്ങൾ, ഇതിൻ്റെ ടോട്ടൽ റിസൾട്ട് ആവും അടുത്ത 10 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. ഇഫ് യു ആർ ദ റിസൾട്ട് ഓഫ് യുവർ പാസ്റ്റ് തോട്ട്സ്, യുവർ ഫ്യൂച്ചർ വിൽ ബി ദ റിസൾട്ട് ഓഫ് യുവർ പ്രസൻറ്റ് തോട്ട്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തകളെ കറക്റ്റാക്കണം. ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫീലിങ്സ് ആയി മാറുന്നത്. യുവർ തോട്ട്സ് ബിക്കംസ് യുവർ ഫീലിങ്സ്, റൈറ്റ്? നമ്മുടെ ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫീലിങ്സ് ആവുന്നത്, അല്ലെങ്കിൽ ഇമോഷൻസ് ആവുന്നത്. ഈ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാക്കുകളായിട്ട് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ആക്ഷൻസ് ആയിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്താവുന്നു, നിങ്ങളുടെ ഫീലിങ്സ് ആവുന്നു. ഫീലിങ്സ് എന്താവുന്നു, വാക്കുകളാവുന്നു, അല്ലെങ്കിൽ പ്രവൃത്തിയായിട്ട് പുറത്തു വരുന്നു. നിങ്ങളെ ആക്ഷൻസ് എന്താവുന്നു, നിങ്ങളെ ആക്ഷൻസ് ആണ് നിങ്ങളെ ഹാബിറ്റായി മാറുന്നത്. ഒരു ആക്ഷൻ നിരന്തരമായി ചെയ്യുമ്പോൾ എന്താവും, അത് ശീലമാകും. ശീലങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ നമ്മളുടെ സ്വഭാവമായി മാറുന്നത്. സ്വഭാവമാണ് നമ്മളുടെ ക്യാരക്ടറായി മാറുന്നത്. ക്യാരക്ടറാണ് നമ്മളുടെ ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത്. ക്ലിയർ ആയോ? സർക്കിളാണ്. തുടങ്ങുന്നത് എവിടെ നിന്നാണ്? തോട്ട്സ്. തോട്ട്സ് ബിക്കംസ് ഫീലിങ്സ് ഓർ ഇമോഷൻസ്. ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഓർ ഇമോഷൻസ് ബിക്കംസ് യുവർ വേർഡ്സ് ഓർ ആക്ഷൻസ്. ആൻഡ് ആക്ഷൻസ് ബിക്കംസ് യുവർ ഹാബിറ്റ്സ്. ആക്ഷൻസ് അല്ല ഹാബിറ്റ് ആവുന്നത്. ഇപ്പോൾ പല്ല് തേക്കുന്നത് ഹാബിറ്റാണ്. എങ്ങനെയാണ്? നിരന്തരമായി ചെയ്തു, അപ്പോൾ എന്തായി? ഹാബിറ്റായി. ഡ്രൈവിംഗ് ഇപ്പോൾ എന്തായി? ഹാബിറ്റായി. ആ ആക്ഷൻ നിരന്തരമായി ചെയ്യുമ്പോൾ എന്തായി? അത് ഹാബിറ്റായി. ഹാബിറ്റാണ് പിന്നെ എന്താവുന്നത്? ഹാബിറ്റ് എന്താവും? ബിഹേവിയർ ആവും. ഹാബിറ്റാണ് നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ശീലങ്ങളാണ് നമ്മളെ APJ അബ്ദുൽ കലാമിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വാക്കുണ്ട്, യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് യുവർ ഹാബിറ്റ്സ് വിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് യുവർ ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ ശീലങ്ങളെയാണ്. കാരണം ശീലങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ബിഹേവിയറായി മാറുന്നത്. ബിഹേവിയർ ആണ് പിന്നെ എന്താവുന്നത്? ബിഹേവിയർ ആണ് എന്താവുന്നത്? നമ്മുടെ ക്യാരക്ടർ ആവുന്നത്. ബിഹേവിയർ ആണെന്ത്? ക്യാരക്ടറാണ് നമ്മളെ വിധി നിർണ്ണയിക്കുന്നത്. ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി. അത് അഗെയിൻ ബിക്കംസ് തോട്ട്സ്. ഇത് സർക്കിളാണ്. അപ്പോൾ നമ്മുടെ തോട്ട്സ് എന്താവണം? നമുക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട്സും നെഗറ്റീവായിട്ടുള്ള തോട്ട്സും വരും. നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ഈ ദുനിയാവിൽ, ഈ ലോകത്ത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അവിടെ രണ്ടും എന്ത് ചെയ്യും, നമുക്ക് വരും. പക്ഷെ നമ്മുടെ ചിന്തകളുടെ റിസൾട്ടാണ് എന്ത് ചെയ്യും, നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡൗൺലോഡ് ചെയ്യുന്നത് പോസിറ്റീവ് ആവും. ഞങ്ങൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡൗൺലോഡ് ചെയ്യുന്നതാവും നെഗറ്റീവ് ആവും. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ലോകത്ത് ഏറ്റവും മഹത്തായ ഏറ്റവും മനോഹരമായ ഒരു മോണ്യുമെൻ്റാണ് താജ്മഹൽ, അല്ലേ? ലോകത്തെ മഹാ അത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ. ഈ താജ്മഹൽ ഉണ്ടായത് എവിടെയാണ്? ഷാജഹാന്റെ മനസ്സിലാണ്, അല്ലേ? ഷാജഹാന്റെ മനസ്സിലുള്ളതാണ് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റിയത്. ബുർജ് ഖലീഫ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലാണ്. ഇങ്ങനെ ലോകത്തുള്ള ഏത് കണ്ടുപിടുത്തങ്ങൾ നോക്കുകയാണെങ്കിലും ഇതെല്ലാം ഉണ്ടാവുന്ന എവിടെയാണ്? ഒരു മനുഷ്യൻ്റെ, അതിപ്പോൾ സ്മാർട്ട് ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാം തുടങ്ങുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ്. ഇപ്പോൾ ഈ വിമാർട്ട് ഉണ്ടായത് എന്താണ്? ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ്. ആ സ്വപ്നമാണെന്ന് വിമാർട്ടായിട്ട് മാറിയത്. എവിടെയോ കിടക്കുന്ന ഇഷ്ടികകളും കല്ലും മണ്ണും ജോലിക്കാരൊക്കെ വന്നിട്ട് ഇവിടെ ബിൽഡിംഗ് ആയി മാറി. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു?
ഒരു കാലിയായിട്ടുള്ള സ്ഥലമായിരുന്നു അല്ലേ? ഇവിടെ ഒരു പെട്രോൾ പമ്പ് ചെയ്യുന്ന മുമ്പ് ഉണ്ടായിരുന്നത് അല്ലേ? അവിടെ ഇപ്പം എന്ത് ചെയ്യുന്നു? ഒരു വിമാട്ട് വന്നു. അതെന്താണ്? ചിന്തയുടെ ഫലമാണ്, ഒരാളുടെ ചിന്തയുടെ റിസൾട്ടാണ് ബിൽഡിംഗ് വന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താണ്? ചിന്തയാണ്. ചിന്ത നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എന്തായി? നമുക്ക് നെഗറ്റീവ് ഡൗൺലോഡ് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? പോസിറ്റീവ് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് മൈൻഡിനെ എന്ത് ചെയ്യണം? റീപ്രോഗ്രാമിങ് ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ചിന്ത പോസിറ്റീവ് ആവുള്ളൂ. കാരണം നമ്മളെ മനസ്സ് സ്പോഞ്ച് പോലെയാണ്, എല്ലാം വലിച്ചെടുക്കും. ഒരു പൂന്തോട്ടം പോലെയാണ്. ആ പൂന്തോട്ടത്തിൽ കളകൾ വന്നു കഴിഞ്ഞാൽ എന്താവും? ആ പൂന്തോട്ടം നശിച്ചു പോകും. അപ്പോൾ നമുക്ക് നല്ലൊരു പൂന്തോട്ടം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ പൂന്തോട്ടത്തിലുള്ള കളകൾ എന്ത് ചെയ്യണം? കളകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. നിങ്ങളെ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റീവുകൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? പോസിറ്റീവ് കയറുള്ളൂ. അതുപോലെ നമുക്ക് എന്ത് വേണം? കൃത്യമായിട്ട് ലക്ഷ്യം നിർണ്ണയിക്കണം, ഗോൾ സെറ്റ് ചെയ്യണം. ഇതാണ് ഒരു ടൂള്. ഒന്നെന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ടൂള്. വേറൊരു ടൂൾ എന്താണ്? നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. കൃത്യമായി ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഫോക്കസ്ഡ് ആവും. മൈൻഡ് കൺഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഡൗൺലോഡിങ് നടക്കില്ല. ഈ ഡൗൺലോഡിങ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മൈൻഡ് ഫോക്കസ്ഡ് ആവണം. ഫോക്കസ്ഡ് ആവണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? വേറൊരു മൈൻഡ് പ്രോഗ്രാമിംഗ് ടൂളാണ്. ഇപ്പോൾ ഇവിടെ പല ആളുകളും നമ്മൾ ലയൺസിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും എന്ത് ചെയ്തു? ഒരു ഡ്രീം കാർഡ് എന്ത് ചെയ്തു? ഇവിടെ ഇപ്പോൾ നമ്മളെ ജാബർബായൊക്കെ ഡ്രീം കാർഡ് എന്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, മുസഫിർ ഡോക്ടർ, ഇവരൊക്കെ ഈ ഡ്രീം കാർഡ് ഇതൊരു വിഷ്വലൈസേഷനാണ്. വിഷ്വലൈസേഷൻ ഇസ് എ വെരി പവർഫുൾ ടെക്നിക്ക്. അല്ല, വിഷ്വലൈസേഷൻ അല്ല, വിഷൻ കാർഡാണത്. വിഷൻ കാർഡ് ഉണ്ടാക്കുക. നമ്മളെ സ്വപ്നങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വപ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വിഷൻ കാർഡിലേക്ക് കൊണ്ടുവരുന്നത്. ഡ്രീം കൊളാഷ് എന്നാണ് നമ്മളതിന് പറയുന്നത്. അതായത് നമ്മളെ ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ വീടാവാം, അല്ലെങ്കിൽ കാറാവാം, അല്ലെങ്കിൽ വാഹനമാവാം. ഇതെല്ലാം ഒരു വിഷൻ ബോർഡിലേക്ക് കൊണ്ടുവരുന്നതാണ്. ദിസ് ഇസ് എ വെരി പവർഫുൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾ. ഇങ്ങനെ ഒരു 10ഓളം ടൂളുകളുണ്ട് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ. GREENLIVES Coaching and Training Solution.